സ്നേഹമുള്ളവരെ, നമ്മുടെ തീർത്ഥാടന യാത്ര നമുക്കൊരുമിച്ച് തുടരാം. ഇന്ന് നമ്മൾ പോകുന്നത് അസിസിയിലെ വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ അടുത്തേക്കാണ്. നമുക്കറിയാം, വിശുദ്ധ ക്ലാര ഈശോയെ എങ്ങനെ തങ്ങളുടെ ജീവിതം കൊണ്ട് സ്നേഹിക്കാമെന്ന് മനസ്സിലാക്കി തന്നൊരു വ്യക്തിയാണ്. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വഴികളിലൂടെ ഈശോയെ സ്നേഹിക്കാൻ ശ്രമിച്ച വിശുദ്ധ ക്ലാര. വിശുദ്ധ ക്ലാരയും ഫ്രാൻസിസും തമ്മിലുള്ള ഒരു ആത്മീയമായ ഒരു യൂണിയൻ, എന്താ പറയുക, നമുക്കൊരു സോൾ മേറ്റ്സ് എന്നൊക്കെ പറയാം. ആത്മാക്കൾ തമ്മിലുള്ള ഒരു വലിയൊരു ബന്ധത്തിലായിരുന്നു അവർ. തങ്ങളെ ഉയിര് തന്ന സ്നേഹിച്ച് ഈശോയെ ആത്മാർത്ഥമായിട്ട് എങ്ങനെ കൂടുതൽ സ്നേഹിക്കാമെന്നുള്ളൊരു കണ്ടെത്തലായിരുന്നു അവരുടെ ജീവിതം. നമുക്ക് ആദ്യം വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ വീട്ടിലേക്ക് കയറി പ്രാർത്ഥിക്കാം. നമ്മൾ കാണുന്ന സാൻ റൂഫീനോ ചർച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ വീട്. വീട്ടിൽ നമുക്ക് കയറി പ്രാർത്ഥിക്കാം. ഇന്നതൊരു കോൺവെൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. 1194 ബവാരി നോഷിഫോയുടെയും ഓർത്തോണിയുടെയും മകളായിട്ട് ഈ വീട്ടിൽ വിശുദ്ധ ക്ലാര ജനിക്കുക. മാതാപിതാക്കൾ അവളെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വളർത്തിക്കൊണ്ടു വന്നു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വളരെ സ്ട്രഗിൾ നിറഞ്ഞ ഒരു മാനസാന്തര ജീവിതം വിശുദ്ധ ക്ലാര അകലെ നിന്ന് വളരെയധികം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈശോയെ പിൻചെല്ലുവാനായിട്ട് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കൂടെ കൂടുതൽ അനുയായികൾ വരുന്നതും, അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കൂടെ ചേരണമെന്ന് വിശുദ്ധ ക്ലാര ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഒരിക്കൽ ഈ സാൻ റൂഫീനോ ചർച്ചിൽ വിശുദ്ധ ഫ്രാൻസിസ് വചനം പ്രഘോഷിക്കാനായിട്ട് എത്തുന്നത്. ആ വചന പ്രഘോഷണത്തിൽ ഈശോയെ എങ്ങനെ അനുകരിക്കാമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വിശുദ്ധ ക്ലാര തന്നോട് പറയുന്നതായിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഈശോയെ ഏറ്റവും അടുത്ത് അനുകരിക്കാനായിട്ട് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വഴിയിലൂടെ പോകണമെന്നുള്ള ആഗ്രഹം വിശുദ്ധ ക്ലാര വീട്ടിൽ പറഞ്ഞെങ്കിലും അവരത് കേട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ക്ലാര 1212 മാർച്ച് 18, അതൊരു ഓശാന ഞായറാഴ്ചയായിരുന്നു. അന്ന് വൈകുന്നേരം ഈ ഒരു കോണിപ്പടിയിലൂടെ, വീടിൻ്റെ പുറകിലുള്ള ഈ ഒരു കോണിപ്പടിയിലൂടെ, സൈഡിലുള്ള കോണിപ്പടിയിലൂടെ രാത്രിയിൽ ഇറങ്ങി വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പോർച്ചുഗൽ അങ്ങ് അസിസിയുടെ താഴെയാണ്, താഴ്വാരത്തിലേക്ക് അവൾ ഓടിയെത്തുകയാണ്. അവിടെ വിശുദ്ധ ഫ്രാൻസിസും കൂട്ടരും വിശുദ്ധ ക്ലാരയെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ക്ലാര പുണ്യവതി വിശുദ്ധ ഫ്രാൻസിസും കൂട്ടരും പള്ളികൾ പുതുക്കി പണിയുന്നതും വീട് വീടാന്തരം കയറി തെണ്ടി ജീവിക്കുന്നതും കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താനെടുത്ത ഒരു ഒരു ഹീറോയിക് സ്റ്റെപ്പായിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ ക്ലാരയെ സ്വീകരിച്ചു. അന്ന് തന്നെ വിശുദ്ധ ക്ലാര തൻ്റെ അലങ്കാര വസ്ത്രങ്ങളെല്ലാം ഊരി മാറ്റി കാഷായ വസ്ത്രവും ചരടും ധരിച്ച്, വിശുദ്ധ ഫ്രാൻസിസ് കൊടുത്ത ആ കാഷായ വസ്ത്രവും ചരടും ധരിച്ച് സമർപ്പണത്തിൻ്റെ അടയാളമായിട്ട് അവളുടെ മുടി മുറിച്ച് മാറ്റുകയാണ്. അങ്ങനെ ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് ക്ലാര പുണ്യവതിയെ തൊട്ടടുത്തുള്ള ഒരു ബെനഡിക്റ്റീൻ സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൽ കൊണ്ടുപോയി ആക്കി. പിറ്റേ ദിവസം ഇത് വീട്ടുകാരറിഞ്ഞ് അവിടെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എത്തിയിരിക്കുക. ക്ലാര പുണ്യവതി പറഞ്ഞു, ക്രിസ്തുനാഥനാണ് എൻ്റെ ജന്മാവകാശം. തല മുണ്ടനം ചെയ്തിരിക്കുന്നതൊക്കെ അവൾ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ തിരിച്ചു പോയി. പിറ്റേ ആഴ്ച ക്ലാരയുടെ സഹോദരി ആഗ്നസ് ഈശോ അനുകരിക്കാനായിട്ട് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കൂടെ ചേരാൻ വന്നിരിക്കുക. അങ്ങനെ കൂടുതൽ പേര് എത്തിയപ്പോൾ അവർക്ക് പാർക്കുവാനായിട്ടൊരു പാർപ്പിടം വിശുദ്ധ ഫ്രാൻസിസ് മൗണ്ട് സുബാസിയോയിലെ ബെനഡിക്റ്റീൻ സന്യാസികളുടെ അടുത്ത് പോയിട്ട് തൻ്റെ സ്വന്തം കരം കൊണ്ട് പുതുക്കിപ്പണിത സാന്താമിയോനോ പള്ളി തരുമോ എന്ന് ചോദിക്കുക. അങ്ങനെ എൻ്റെ ആലയം പുതുക്കിപ്പണിയുക എന്ന ദൈവസ്വരം ശ്രവിച്ച ആ ദേവാലയം, സാന്താമിയാനോ ദേവാലയം, ക്ലാരയ്ക്കും കൂട്ടർക്കുമായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് നൽകുകയാണ്. അങ്ങനെ ഫ്രാൻസിസ്കൻ 2ാം സഭ രൂപം കൊണ്ടു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആ എളിയ ജീവിത രീതിയിലൂടെ ഈശോയെ അടുത്ത് അനുകരിക്കുവാനായിട്ട് ഒത്തിരി പേര് വന്നു ചേർന്നു. ഒത്തിരി സഹോദരിമാർ അങ്ങനെ ക്ലാരയുടെ കൂടെ ചേരുകയാണ്. നമ്മൾ സെൻറ്റ് ക്ലെയർ കോൺവെൻറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം തന്നെ സാന്താമിയാനോ ചാപ്പൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ ആണ് ആദ്യം വിശുദ്ധ ക്ലാരയും സഹോദരിമാരൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ഈ കോൺവെൻറ്റ് പിന്നീട് ഇത് ഒത്തിരി പേര് വന്നപ്പോൾ ഒത്തിരി സഹോദരിമാർ വിശുദ്ധ ക്ലാരയുടെ കൂടെ ചേർന്ന് ഈശോയെ അനുകരിക്കുവാനായിട്ട്, അപ്പോഴത് വളരെയധികമായിട്ട് വികസിച്ചു. അവർക്ക് കിടക്കുവാനായിട്ടുള്ള സ്ഥലം, അവർക്ക് ഭക്ഷണം പാകം ചെയ്യുവാനായിട്ട്, തുണിയലക്കുവാനായിട്ട്. ഇന്നിത് നമ്മൾ കാണുന്നത് ചെറിയ ചെറിയ ചാപ്പലുകളായിട്ടാണ്. വിശുദ്ധ ക്ലാരയും വിശുദ്ധ ആഗ്നസും സഹോദരിമാരൊക്കെ ജീവിച്ച വിശുദ്ധമായ ജീവിതം നയിച്ച ഈ വിശുദ്ധമായ ഇടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും
അവരുടെ ആ വിശുദ്ധി നമ്മളെയും വലയം ചെയ്യുന്നുണ്ട്. നൈർമല്യം നിറഞ്ഞ ജീവിതങ്ങൾ ജീവിച്ച ആ ഒരു കോൺവെൻറ്റ് ഇതിലൂടെ നമുക്കും കടന്നു പോകാം. അവരുടെ ഒരു അനുദിന ജീവിത രീതി എന്ന് പറയുന്നത് പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന ജീവിക്കുവാനായിട്ട് അവർ ഓൾട്ടർ ക്ലോത്ത്സ്, കോർപ്പറൽ, അതുപോലെയുള്ള ആൾത്താരയിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ തുണികളൊക്കെ ഉണ്ടാക്കുന്നു. അത് ഫ്രാൻസിസ്കൻ സഹോദരന്മാർ കൊണ്ടുപോയി അടുത്തുള്ള പള്ളികളിലൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ആണ് അവർ ജീവിച്ചു പോകുന്നത്. അവരെ സഹായിക്കുവാനായിട്ട് അസിസിയിലെ ജനങ്ങളുണ്ടായിരുന്നു. വിശുദ്ധ ക്ലാരയൊക്കെ ഭക്ഷണം കഴിച്ചിരുന്ന ആ ഒരു സ്ഥലമാണിത്. ഒരിക്കൽ ഗോതമ്പും എണ്ണയും തീർന്നു പോയപ്പോൾ ക്ലാരയും കൂട്ടരും ഈശോയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് ആവശ്യമുള്ളത് ദൈവം മറ്റൊരാളിലൂടെ കൊടുത്തു വിടുകയാണ്. അങ്ങനെ ദൈവ പരിപാലനയിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ക്ലാര. വിശുദ്ധ ക്ലാര എപ്പോഴും ദൈവ സന്നിധിയിൽ മുട്ടുത്തി പ്രാർത്ഥിച്ച് അവിടുത്തെ പരിപാലനയിലാണ് ജീവിച്ചത്. വിശുദ്ധ ക്ലാര ഉണ്ടാക്കിയ മനോഹരമായ ഒരു പൂന്തോട്ടം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 1240 ഒരു വെള്ളിയാഴ്ച എംപറർ ഫെഡറിക്കിൻ്റെ സൈന്യം അസിസിയെ ആക്രമിക്കാനായിട്ട് വന്നപ്പോൾ ഈ കോൺവെന്റിലേക്ക് ഇരച്ചു കയറാനായിട്ട് നോക്കി. ക്ലാരപ്പെണ്ണുമതി സക്രാരിയുടെ മുമ്പിൽ മുട്ടുകുത്തി ഈശോയോട് പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവെ, നിന്നെ സ്തുതിക്കുന്നവരുടെ ആത്മാക്കളെ ഈ മൃഗങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. നിന്റെ അമൂല്യമായ രക്തത്താൽ നീ വീണ്ടെടുത്ത് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ദിവ്യ സക്രാരിയിൽ നിന്ന് ഈശോയെ എടുത്ത് ഉയർത്തി അവരുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ ഈ ഒരു ഡോറാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിലൂടെയാണ് ആ സൈന്യത്തെ ദിവ്യ സക്രാരിയിൽ നിന്നെടുത്ത് ഈശോയെ കാണിച്ചത്. ആ പ്രകാശത്താൽ അവർ ഒന്നും കാണാതെ അവർ തിരിച്ചോടി രക്ഷപ്പെട്ടു. വിശുദ്ധ ക്ലാര സഹോദരിമാർ ഒക്കെ താമസിച്ച സ്ഥലം, അവർ കിടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. നിലത്താണ് അവർ കിടന്നുകൊണ്ടിരുന്നത്. ഉപവാസത്തിൻ്റെ ജീവിതമായിരുന്നു വിശുദ്ധ ക്ലാരപ്പെണ്ണുമതി. രോഗിയായിരുന്ന ഏകദേശം ഒരു 20-28 വർഷത്തോളം ദിവികാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചൊരു ഒരാളാണ് വിശുദ്ധ ക്ലാര. ഇത്രയും വിശുദ്ധമായി ജീവിച്ച, ഈശോയെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയുടെ കൂടെ ജീവിച്ച, ഈശോയെ സ്നേഹിച്ച് അത്രയധികം തൻ്റെ ജീവിതം കൊടുത്ത വിശുദ്ധ ക്ലാര. ഇവിടെ വെച്ചാണ് വിശുദ്ധ ക്ലാരപ്പെണ്ണുമതി മരിക്കുന്നത്. ഇവിടെ കിടന്നുകൊണ്ടാണ് മരിക്കുന്നത്. ദൈവമേ, എന്നെ സൃഷ്ടിച്ചതിന് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹീതമായ എൻ്റെ ആത്മാവെ സുരക്ഷിതമായി സമാധാനമായി പോവുക എന്ന് പറഞ്ഞാണ് വിശുദ്ധ ക്ലാര 1253 ഓഗസ്റ്റ് 11 മരിച്ചത്. 59 വയസ്സിലാണ് വിശുദ്ധ ക്ലാര മരിക്കുന്നത്. വിശുദ്ധ ക്ലാരയുടെ മരണത്തിന് ശേഷം 1255 അലക്സാണ്ടർ 4 മാർപ്പാപ്പ ക്ലാരയെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. ദാരിദ്ര്യത്തിൻ്റെ വിശുദ്ധ. വവ് ഓഫ് പോവർട്ടി ഈസ് വവ് ഓഫ് ലിബർട്ടി എന്നാണ്. ഫ്രീഡത്തിൻ്റെ ദൈവപരിപാലനയിലുള്ള ആശ്രയത്വത്തിൻ്റെ വലിയ അടയാളമാണെന്നാണ് വിശുദ്ധ ക്ലാര പറയുക. നമുക്ക് ഈ വിശുദ്ധ ക്ലാരയെ അടക്കം ചെയ്തിരിക്കുന്ന ഈ ബസിലിക്കയിലേക്ക് കയറുകയും ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ ക്ലാര, അതുപോലെ തന്നെ വിശുദ്ധ ആഗ്നസിനെയൊക്കെ ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മരണത്തിന് ശേഷം വിശുദ്ധ ഫ്രാൻസിസിനെ ആദ്യം അടക്കം ചെയ്തിരുന്നത് ഈ ഒരു ബസിലിക്കയിലായിരുന്നു. അതിനുശേഷം സാൻ ഫ്രാൻസിസ്കോ ബസിലിക്ക പണിതതിന് ശേഷം ഫ്രാൻസിസിനെ അവിടെ അടക്കം ചെയ്യുകയായിരുന്നു. ആദ്യം ഇവിടെയാണ് വിശുദ്ധ ഫ്രാൻസിസിനെ സംസ്കരിച്ചത്. അതുപോലെ തന്നെ വിശുദ്ധ ക്ലാരയെ സംസ്കരിച്ച സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു അൾത്താരയുടെ ചൂട്ടിലായിരുന്നു ആദ്യം വിശുദ്ധ ക്ലാരയെ സംസ്കരിച്ചത്. അതിനുശേഷം ഇതിന് താഴേക്ക് അണ്ടർഗ്രൗണ്ട് ചർച്ച് പണിയിക്കുകയും താഴെയും വളരെ വലിയൊരു ബസിലിക്ക ക്രമീകരിക്കുകയും ചെയ്തതിന് ശേഷം അങ്ങോട്ട് മാറ്റുകയാണ് ചെയ്തത്. അതിമനോഹരമായ ഈ ബസിലിക്കയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ശാന്തതയുണ്ട്, ഒരു സ്വസ്ഥതയുണ്ട്. വിശുദ്ധ ക്ലാരയുടെ ആ ഒരു വിശുദ്ധിയും നന്മയൊക്കെ നമുക്ക് ഇവിടെയും അനുഭവിക്കാനായിട്ട് സാധിക്കും. അസിസിയിലൂടെ ഉടനീളം നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് വളരെ ശാന്തമാണ്. ശാന്തതയും സമാധാനവും നിറഞ്ഞ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ചാപ്പലുകളിലൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ബസിലിക്കയുടെ അണ്ടർഗ്രൗണ്ടിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ആദ്യം തന്നെ ഒരു റിലിക്സ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ ക്ലാരയും വിശുദ്ധ ആഗ്നസും ഒക്കെ ഉപയോഗിച്ചിരുന്ന അവരുടെ വസ്ത്രങ്ങൾ ഒക്കെ തിരുശേഷിപ്പുകളായിരിക്കുന്ന സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം നമുക്ക് കാണാം. അതിനുശേഷം വിശുദ്ധ ക്ലാരയുടെ കബറിടത്തിലേക്ക് വീണ്ടും അതിന് കുറച്ചും കൂടെ താഴേക്ക് പോകുമ്പോഴാണ് വിശുദ്ധ ക്ലാരയുടെ കബറിടം നമുക്ക് കാണാനായിട്ട് സാധിക്കുക.
വിശുദ്ധ ക്ലാരയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ക്ലാരയും വിശുദ്ധ ഫ്രാൻസിസും ഒക്കെ ഈശോയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് തങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഇത് അസിസിയിലെ വിശുദ്ധ ആഗ്നസിൻ്റെ, വിശുദ്ധ ക്ലാരയുടെ സ്വന്തം സഹോദരിയായ ആഗ്നസിൻ്റെ ചാപ്പല് കബറിടം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ ആഗ്നസിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ക്ലാരയും തമ്മിലുള്ള ഒരു ബന്ധം ആത്മാവിനെ തൊട്ടറിഞ്ഞ സ്നേഹബന്ധമായിരുന്നു അവരുടേത്. ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സുപ്രീം പ്യൂരിറ്റി ഓഫ് ലവ് റിലേഷൻഷിപ്പ്, അത് നമുക്ക് വിശുദ്ധ ഫ്രാൻസിസിലും വിശുദ്ധ ക്ലാരയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോൾ മേറ്റ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ആത്മാക്കൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം, ഒരു മിസ്റ്റിക് യൂണിയൻ ഓഫ് സോൾസ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഉയിര് തന്ന ആത്മാർത്ഥമായിട്ട് തങ്ങളെ സ്നേഹിച്ച് ഈശോയെ എങ്ങനെ കൂടുതൽ സ്നേഹിക്കാമെന്നുള്ള കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകളായിരുന്നു അവരുടെ ജീവിതങ്ങൾ. ഫ്രണ്ട്സ് എങ്ങോട്ടേലും യാത്രയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഹിതം ഇതാണോ എന്നറിയാനായിട്ട് വിശുദ്ധ ക്ലാരയോട് പ്രാർത്ഥിക്കാനായിട്ട് പറയും. വിശുദ്ധ ക്ലാര അത് പ്രാർത്ഥിച്ചതിന് ഉത്തരം കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയുടെ ഒരു ആത്മീയമായ ഒരു ബന്ധം അവർ പുലർത്തിയിരുന്നു. വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ കബറിടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുക. വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ കബറിടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കബറിടത്തിന് മുകളിലായിട്ട് ഒരു സ്റ്റാച്യു, വിശുദ്ധ ക്ലാരയുടെ ഒരു സ്റ്റാച്യു നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒക്കെ ക്ലാര പുണ്യവതിയുടെ മാധ്യസ്ഥം ഒരു ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.